നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 23 സ്വാഗതം. ഐശ്വര്യതിമിരം ബാധിച്ച് വിവേകമാകുന്ന കണ്ണു കാണാത്തവന് ഒന്നാം തരം ഔഷധമുണ്ട്. അതാണ് ദാരിദ്ര്യമെന്ന അഞ്ജനം. ദരിദ്രന് അനേകം ഗുണങ്ങൾ സ്വപ്രയത്നം കൂടാതെ തനിയെ സിദ്ധിക്കുന്നു. തന്നെപ്പോലെയാണ് ഇതര പ്രാണികൾ. അതിനാൽ ആരെയും ദ്രോഹിക്കരുതെന്ന അറിവുണ്ടാകുന്നു. താൻ അനുഭവിക്കുന്ന ദാരിദ്ര്യ ദുഃഖം മറ്റാർക്കും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരദുഃഖം കണ്ടാൽ അത് തീർക്കാൻ യഥാശക്തി ശ്രമിക്കുന്നു. അവന് ധനമതമോ വിദ്യാമതമോ ഉണ്ടാകാൻ അവകാശമില്ല. ധനികരായ ബന്ധുക്കൾ അവനെ അവഗണിക്കുന്നതിനാൽ ബന്ധുമതവും ഉണ്ടാകുകയില്ല. ചുരുക്കത്തിൽ അവന് അഹങ്കരിക്കാനായി ഒന്നുമില്ല. തനിക്ക് നേരിടുന്ന കഷ്ടങ്ങളെ തീർക്കാൻ ശക്തിയില്ലാത്തതിനാൽ എല്ലാം ക്ഷമാപൂർവം സഹിക്കുന്നു. അതുതന്നെ ഉത്കൃഷ്ട തപസ്സായി തീരുന്നു. പ്രാരാബ്ധ ദുഃഖം അനുഭവിക്കുന്നത് മൂലം പാപം നശിക്കുന്നു. വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായ അവസ്ഥയിൽ ദരിദ്രന് കത്തിജ്വലിക്കുന്ന ജഠരാഗ്നിയെ ശമിപ്പിക്കാനുള്ള വിഷയത്തിൽ മാത്രമേ ചിന്തയുണ്ടാകുകയുള്ളൂ. അതുതന്നെയും സാധ്യമാകാതെ ഇന്ദ്രിയങ്ങൾ ബലഹീനമാകും. ഹിംസാബുദ്ധി നിശേഷം വിട്ടുപോകും. അനുഭവിക്കാൻ ധനമോ ആദരിക്കാൻ ബന്ധുക്കളോ ഇല്ലാതെ അലഞ്ഞു തിരിയും. അക്കൂട്ടത്തിൽ ലോകസംഗ്രഹാർത്ഥം സഞ്ചരിക്കുന്ന സാധുക്കളുടെ സംഘം ലഭിക്കും. സാധുക്കൾക്ക് ഉത്തമൻ അധമൻ എന്ന ഭേദബുദ്ധിയില്ല. അവർ അവന് വിഷയദോഷത്തെയും ഭക്തിമഹാത്മ്യത്തെയും ഉപദേശിക്കും. അവരുടെ അനുഗ്രഹത്താൽ അന്ധഃകരണം ശുദ്ധമായി ഭഗവത്ഭക്തി ഉദയമാകും. അവൻ പിന്നീടൊരിക്കലും ആ കാരുണ്യമൂർത്തികളെ വിട്ടുപിരിയുകയില്ല. സാധുക്കൾക്കും അങ്ങനെയുള്ളവരോടാണ് ഇഷ്ടം. അവർ ധനമത്താൽ അഹങ്കരിച്ച് വിഷയസേവ ചെയ്യുന്ന അസത്തുക്കളെ തിരിഞ്ഞു നോക്കുകയുമില്ല. കുബേരന്റെ ഈ പുത്രന്മാർ ഇത്രത്തോളം അധപ്പതിക്കേണ്ടവരല്ല. ഇവരുടെ മതം ഭഗവത് പ്രസാദത്താൽ ഞാൻ ഇല്ലാതെയാക്കും. അവർ വൃന്ദാവന ഗോകുലത്തിൽ 2 വൃക്ഷങ്ങളായി നിൽക്കട്ടെ. ആ അവസ്ഥ വരുവാനുള്ള കാരണം എന്തെന്ന് ഭഗവത് അനുഗ്രഹത്താൽ ഇവർക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ. 100 ദിവ്യവർഷം കഴിഞ്ഞ് ഭഗവാൻ അമ്പാടിയിൽ ഉണ്ണികൃഷ്ണനായി അവതരിച്ച് കളിച്ചു നടക്കുമ്പോൾ ഒരു ദിവസം ഇവരെ കുളിർക്കെ കടാക്ഷിക്കും. അന്ന് അവർക്ക് ശാപമോക്ഷം കിട്ടി ഉത്തമ ഭക്തരായി തീരട്ടെ. ഇപ്രകാരം ശാപരൂപേണ അനുഗ്രഹിച്ചിട്ട് ശ്രീനാരദർ എഴുന്നള്ളി. നളകൂബര മണിഗ്രീവന്മാർ 2 വൻ മരുതുമരങ്ങളായി നിന്നു. ഉരലിൽ ബന്ധനസ്ഥനായി നിന്ന ശ്രീ ദാമോദരൻ തൻ്റെ കമലനേത്രങ്ങളാൽ 4 പാടും നോക്കി. മുൻപിലായി നിന്നിരുന്ന 2 മരുതുമരങ്ങളെയും കണ്ടു. ഇവർ കുബേരന്റെ പുത്രന്മാരാണല്ലോ. ഐശ്വര്യമതം കാരണം നാരദശാപമേറ്റ ഇവരെ മോചിപ്പിക്കാൻ സമയമായി എന്ന് സങ്കല്പിച്ച് ഉരലും വലിച്ചുകൊണ്ട് ആ മരങ്ങൾക്കിടയിലൂടെ കടന്ന് ശക്തിയായി വലിച്ചു. 2 വൻ മരങ്ങളും കടപുഴകി ഗംഭീര ശബ്ദത്തോടുകൂടി അലച്ചു വീണു. നളകൂബരനും മണിഗ്രീവനും ശാപമോചിതരായി പുറത്തു വന്നു. വളരെ കാലം വൃക്ഷരൂപത്തിൽ നിന്ന് തപസ്സു ചെയ്തതിനാൽ അഹങ്കാരം നശിച്ച് നിർമ്മല ഭക്തരായി തീർന്ന അവർ മൂർത്തിമത്തായ അഗ്നിയെപ്പോലെ ദിവ്യകാന്തി പരത്തി. തങ്ങളെ മോചിപ്പിച്ച അഖിലലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുകൈയോടുകൂടി സ്തുതിച്ചു. കൃഷ്ണകൃഷ്ണ മഹായോഗിൻ, പരമപുരുഷ, സ്ഥൂലസൂക്ഷ്മാത്മകമായ ഈ വിശ്വം നിന്തിരുവടിയുടെ സ്വരൂപം തന്നെയാണെന്ന് ബ്രഹ്മജ്ഞന്മാർ അറിയുന്നു. അവിടുന്ന് ദേഹപ്രാണേന്ദ്രിയാദികളെ വ്യാപരിപ്പിക്കുന്ന സർവനിയന്താവാണ്. കാലം എന്ന് പറയുന്നത് സർവവ്യാപിയായ അവിടുത്തെ ലീലാശക്തി തന്നെയാണ്. എല്ലാം കണ്ടറിയുന്ന നിന്തിരുവടിയെ കാണാനും അറിയാനും ആർക്കും സാധ്യമല്ലെന്നിരിക്കെ അജ്ഞരായ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? നമസ്കരിക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിവുള്ളൂ. ഹേ വാസുദേവ, ഞങ്ങൾ മഹാപരാധികളായിരുന്നിട്ടും കൃപാനിധിയായ ദേവർഷി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ നിന്തിരുവടിയുടെ ദിവ്യദർശനം ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ഞങ്ങൾക്ക് അധപ്പതനമില്ല. ഞങ്ങൾക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. ഞങ്ങളുടെ നാവ് അവിടുത്തെ ശോഭന ഗുണങ്ങളെയും അപ്രാകൃത ലീലകളെയും മാത്രം നിരന്തരം കീർത്തിക്കണം. ചെവികൾ അവയെ മാത്രം കേൾക്കണം. കൈകൾ അവിടുത്തെ സേവയെ മാത്രം ചെയ്യണം. കണ്ണുകൾ അവിടുത്തെ ദിവ്യസുന്ദര രൂപങ്ങളെയും തൃപ്പാദദാസന്മാരെയും മാത്രം കാണണം. മനസ്സ്
ശ്രീമദ് ചരണാരവിന്ദങ്ങളിൽ സദാ ഉറച്ചിരിക്കണം. ശിരസ് നിന്തിരുവടിയെയും അവിടുത്തെ വാസസ്ഥാനമായ ഭക്തകോടികളെയും എപ്പോഴും നമസ്കരിക്കാറാകണം. ഇപ്രകാരം അനുഗ്രഹിക്കണമേ. ഭക്തിപാശത്താൽ ഉരലിൽ ബന്ധനസ്ഥനായ ഗോലോകനാഥൻ പ്രസന്നനായി അരുളി ചെയ്തു. ഐശ്വര്യമതാന്ധരായി അധപ്പതിച്ചു കൊണ്ടിരുന്ന നിങ്ങളെ ശ്രീനാരദർ കാരുണ്യപൂർവം അനുഗ്രഹിച്ചു. എന്നാൽ ആത്മസമർപ്പണം ചെയ്ത സമദർശികളായ സാധുക്കളുടെ ദർശനം ലഭിച്ചാൽ സംസാരബന്ധം അറ്റതു തന്നെ. അവരുടെ അനുഗ്രഹം കൂടി ലഭിച്ചാൽ പറയണമോ? ഇനി നിങ്ങൾ സ്വസ്ഥാനത്തേക്ക് പോകുവൻ. നിങ്ങൾക്ക് ഇനി ജന്മമുണ്ടാകാത്ത വിധത്തിൽ എന്നിൽ പരമഭക്തി ഉണ്ടായിക്കഴിഞ്ഞു. അത് എൻ്റെ അനുഗ്രഹത്താൽ നിലനിൽക്കുകയും ചെയ്യും. ഭഗവാന്റെ അരുളപ്പാട് കേട്ട് സംതൃപ്തരായ യക്ഷപുത്രന്മാർ നാഥനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അനുജ്ഞ വാങ്ങി അളകാപുരിയിലേക്ക് യാത്രയായി.